ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ചയൂണിന് സാമ്പാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ്, ചെറിയ ഉള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇതൊക്കെ ചേർത്ത് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഇനിയാണ് ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനിപ്പോൾ ഒരു കപ്പ് മല്ലി എടുത്തു. മല്ലി നമുക്കൊന്ന് ചുവക്കനെ ഒന്ന് വറുത്തെടുക്കണം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കറിയാമല്ലോ, നല്ല മണമായിരിക്കും. ഇപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി ചുവന്ന മുളക് ഒരു 10-25 എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവ് ആവശ്യമാണല്ലോ. അപ്പോൾ അതും നന്നായിട്ട് മൂപ്പിച്ചങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. അതേ മറ്റേ പ്ലേറ്റിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് കരിവേപ്പില, ഒരു കൈപ്പിടി നിറയെ കരിവേപ്പിലയും നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമയൊക്കെ പോകണം. ഇനി ഒരു 1/4 കപ്പ് അരിയാണ് എടുത്തത്. മൂപ്പിച്ചെടുത്തു. നമ്മൾ ചോറുണ്ണുന്ന പൊന്നി അരിയാണ് എടുത്തത്. അതേപോലെ 1/4 കപ്പ് ചനാദാൽ, നമ്മുടെ കടലപ്പരിപ്പ്, ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വരികയും ചെയ്തു. അതും മാറ്റി. ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ ജീരകം, അതേപോലെ 2 ടീസ്പൂൺ നമ്മുടെ പെരുംജീരകം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് മറ്റേ ഒരു 2 ടീസ്പൂൺ ഉലുവയാണ്. നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉലുവയും മൂത്ത് കിട്ടി. ഇനി 2 ടേബിൾ സ്പൂൺ നാളികേരം, നല്ല ബ്രൗണായിട്ട് നമുക്ക് വറുത്തെടുക്കണം. നമുക്ക് നല്ല ബ്രൗൺ ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസിനൊപ്പം നാളികേരവും ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷമാണ് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ ചൂട് പാനിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതും നമ്മുടെ മല്ലിയുടെ കൂടെ ചേർത്ത് ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അങ്ങോട്ട് പൊടിച്ച് എടുക്കാം നമുക്ക്. ഇപ്പോൾ സാമ്പാർ പൊടി റെഡിയായിട്ടുണ്ട്. നല്ല മണമാണ്. ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ പാൻ ചൂടാക്കി കടുക് പൊട്ടിച്ചു. അതിലേക്ക് ചുവന്ന മുളകും കരിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഒരു തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മുടെ സാമ്പാർ പൊടി, നമ്മളിപ്പോൾ പൊടിച്ച പൊടി, അതൊരു 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് വഴുതനങ്ങ, പൊട്ടേറ്റോ, പിന്നെ മുരിങ്ങയ്ക്ക ഞാൻ പ്രിസർവ് ചെയ്ത മുരിങ്ങയ്ക്ക തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് വീണ്ടും ഈ മസാലയിലേക്ക് ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം, നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേവിക്കാനായിട്ട്. ഇനി ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത ശേഷം കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും ചെറിയ ഉള്ളിയും നമ്മുടെ കായപ്പൊടിയും ജീരകവും ഒക്കെയാണ്. കായപ്പൊടി നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴാണ് ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തു. ഇപ്പോൾ പുളി പിഴിഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെ പുളിവെള്ളവും ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലൊരു 3-4 മിനിറ്റ് കിടന്ന് ഒന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ സാമ്പാർ റെഡി ആയിക്കോളും. അങ്ങനെ അടിപൊളിയായിട്ട് നല്ല മണത്തോടുകൂടി നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രഷായിട്ട് സാമ്പാർ പൊടി ഉണ്ടാക്കുകയും ചെയ്തു. അത് വെച്ച് തന്നെയാണ് സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതപ്പോൾ ഒരു ചെറിയ ബോട്ടിൽ എനിക്ക് സാമ്പാർ പൊടി റെഡി ആയിട്ടും ഉണ്ട്. അപ്പോൾ ഇതുപോലൊന്ന് സാമ്പാർ പൊടി തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാവും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.